ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു ദിവസത്തെ ആദ്യത്തെ പണി തുടങ്ങുന്നത് ആട്ടിൻകൂട്ടിൽ നിന്നാണ്. നമ്മൾ രാവിലെ എണീറ്റ് ആട്ടിൻകൂട്ടി വന്നപ്പോൾ പുല്ലിൻ്റെ കുറേ വികൃതരങ്ങളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പുല്ലിനിപ്പോൾ അതേ 9 മാസമായിട്ടുണ്ട്. അവൻ ഭയങ്കര വികൃതരങ്ങളായിട്ടുണ്ട്. നമ്മുടെ പുൽക്കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് കേട്ടോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവന് തലയിടാൻ വെച്ചിട്ടുള്ള ഗ്യാപ്പ് നമ്മളൊന്ന് വലുതാക്കി കൊടുത്തായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ തലയിട്ട് കഴിച്ചിരുന്നു. പക്ഷേ അതിൽ കൂടെ അവൻ കയറാൻ ശ്രമം നടത്തിയപ്പോൾ നമ്മളിതുപോലെ പുതിയൊരു അലക് വെച്ച് കെട്ടിയായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഇതിൽ കവുങ്ങിൻ്റെയും ഒരു തേക്കിൻ്റെയും വാരി വെച്ചായിരുന്നു നമ്മൾ കെട്ടിയിരുന്നത്. അത് ഇവൻ ഇതുപോലെ മുകളിലും കയറി ഇടിച്ചും അത് ഒടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ മഹാഗണിയുടെ 2 പട്ടിക വെച്ച് കെട്ടിയേക്കാണ് കേട്ടോ. നമ്മൾ അവനെ താഴെ ഇറക്കിയത് അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ കണ്ടോ നമ്മുടെ ആ അലകിനോട് ഗുസ്തി പിടിക്കാണ്ടോ. ഇതുപോലെ ഇടിച്ച് അവൻ 2 പട്ടിക ഒടിച്ചായിരുന്നു. ഇതും അധികം താമസിക്കാതെ തന്നെ ഒടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പെട്ടകളുടെ സെക്ഷനിലേക്ക് നമ്മുടെ ഞാറക്കുറക്കാരിയും സുന്ദരിയും ശൃംഗാരിയും അതുപോലെ പാണ്ടിക്കുട്ടിയും. ഞാറക്കുറക്കാരിക്ക് 2 മാസം ചനയായിട്ട് കേട്ടോ. നമ്മുടെ സുന്ദരിക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്, ചന പിടിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ ശൃംഗാരി 3 പ്രാവശ്യം ഹീറ്റായി, പക്ഷെ നമ്മളിതുവരെ ക്രോസ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പാണ്ടിക്കുട്ടി ഇതുവരെ ഹീറ്റായിട്ടുമില്ല. പിന്നെ രാവിലെ തന്നെ അറിയാലോ നമ്മുടെ ആട്ടുംകൂട് ക്ലീൻ ചെയ്യുക, അതുപോലെ ആടിൻ്റെ പരാന്തിയും കാര്യങ്ങളെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക, കൊതുകിൽ നിന്നും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പുകയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ധൃതി പിടിച്ച് നമ്മൾ നടത്തും. അതെല്ലാ പ്രാവശ്യവും നമ്മൾ കാലത്തും വൈകുന്നേരം നമ്മളിത് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു, ആടുകളൊക്കെ കറന്നു. ആട്ടിൻകൂട്ടിലായിട്ട് അവസാനത്തെ പണി തന്നെ തീറ്റിയിട്ട് കൊടുക്കൽ തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാളായിട്ട് ഇവർക്ക് പ്ലാവിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വളർത്തുപുല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വളർത്തുപുല്ല് അരിഞ്ഞു കൊടുത്തു. അപ്പോൾ കുറച്ച് നാൾ ഉണക്ക പ്ലാവില കഴിച്ചിട്ട് പിന്നെ ഒരു പച്ച പുല്ല് കഴിച്ചപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.